ഇത് എപ്പോഴാണ് എൻ്റെ ഈ മാരേജ് ആയത്? ഞാൻ ദുബായിലുള്ള സമയത്ത്, ദുബായിൽ നിന്ന് ഏത് വർഷം? 2000 ഇല്ല, എത്ര വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു 6 ഇയേഴ്സിന് മുമ്പ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ നിനക്കും ആശയുമായിട്ട് ലവ് ഉണ്ടെന്ന്? ഞങ്ങൾ അപ്പൊ ആശി എന്താ പറഞ്ഞത്? ആ സമയത്ത് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ആ സമയത്ത് ഇഷ്ടം അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത്രക്ക് സീരിയസ് ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഉണ്ട്, അഫ്കോഴ്സ് ആശി നല്ല ഫ്രണ്ട് അല്ലെങ്കിൽ നല്ലൊരു വെൽവിഷറായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ പറയുന്നുണ്ട് ആഷിനോട് എനിക്ക് കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പറ്റില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയും ഓക്കെ അത് നടക്കും, നീ ടെൻഷൻ അടിക്കേണ്ട, ആ ഒരു മൈൻഡായിരുന്നു. ജസ്റ്റ് ഫ്രണ്ട്സ് ആയ പോലെ നിൽക്കുന്നത് ഞങ്ങൾ ആ സമയത്തൊക്കെ. അതന്നെ ഞാൻ ഇപ്പൊ ചോദിച്ചത്. നിനക്ക് അങ്ങനെ ആയുമ്പോ അവന് വിട്ടുകൊടുത്തല്ലേ, അപ്പോ അവന്റെ ഉമ്മ കേൾക്കുന്ന മാതിരി നീ വിട്ടുകൊടുത്താലോ? എനിക്ക് എൻ്റെ ലൈഫിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, എനിക്കറിയാം. ഒരിക്കലും ഒരു പെൺകുട്ടിയായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ഇവൻ അവനക്കും അറിയണ്ടായിരിക്കും. പക്ഷെ അവന് അങ്ങനെ അല്ലല്ലോ. അവനിപ്പോൾ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാലും ചിലപ്പോൾ ആ ലൈഫ് മുന്നോട്ട് പോയാലോ, അല്ലെങ്കിൽ എന്താണ് എനിക്ക് പിന്നെ തിരിച്ച് ആശിനെ കിട്ടിയില്ലെങ്കിലോ, അങ്ങനെയും ഒരു മൈൻഡ് എനിക്കുണ്ട്. മീൻസ് നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മൾ തന്നെ സ്നേഹിക്കണം. വേറെ ആൾക്കാരെ കൂടെ ഒരു ഇതാവുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട്, പേഴ്സണലി അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പൊസിറ്റീവ്നെസ് എനിക്ക് കുറച്ച് കൂടുതലുണ്ട്. ഈവൻ ആശയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും എനിക്ക് കുറച്ചും കൂടെ നമ്മളാൾ നമ്മൾ തന്നെ ആയിരിക്കണം എന്നൊരു തോന്നൽ എപ്പോഴും ഉണ്ട്. മാക്സിമം ഇത് ട്രാൻസ് പീപ്പിളിലാണ് ഞാൻ കാണുന്നുണ്ട്. അതർ ജെൻഡേഴ്സിൽ ഇങ്ങനെ എത്ര പ്രോബ്ലം ഒന്നുമില്ല. അവർ ഓക്കെ, ഫസ്റ്റ് വൈഫ് സെക്കൻഡ് വൈഫ് ഉണ്ട്, ഓക്കെ എന്ത് ചെയ്യാനാണ് പോവും. പക്ഷേ നിങ്ങൾ ട്രാൻസ് വിമൻ ആർ ലൈക്ക് സോ പൊസസീവ്. അത് അവരത്രയും മനസ്സറിഞ്ഞിട്ടാണ് സ്നേഹിക്കുന്നത്. കാരണം ഞങ്ങളൊക്കെ, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ പൊതുവേ എനിക്ക് അങ്ങനെ ഒരുപാട് സ്നേഹം കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ എവിടെ നിന്നും അങ്ങനെ ഒരുപാട് സ്നേഹം കിട്ടിയിട്ടില്ല. ചെറുപ്പം മുതലേ കളിയാക്കലുകളും കുറ്റപ്പെടുത്തലും മാറ്റി നിർത്തലും. ഇവൻ ഞങ്ങളുടെ ഒരു കുടുംബത്തിലൊരു കല്യാണത്തിന് പോലും നമ്മൾ പോയി കഴിഞ്ഞാൽ അവർക്കൊരു മോശമാവും, അല്ലെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർക്കൊരു നാണക്കേടാണെന്ന രീതിയിൽ നമ്മൾ പോകാറുമില്ല കല്യാണത്തിനൊന്നും. അങ്ങനെ കുറേ സ്ഥലത്ത് നമ്മൾ സ്വയം നമ്മൾ മനസ്സിലാക്കി നമ്മൾ മാറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മളെ സ്നേഹിക്കാൻ ഒരാളെ കിട്ടുമ്പോൾ നമ്മൾ 100% അവർക്ക് കൊടുക്കും. അവർ അത്രയും 100% കൊടുത്ത് നമ്മൾ അവരെ സ്നേഹിക്കുമ്പോൾ അവർ നമ്മളെ വിട്ടു പോകുമ്പോൾ ഒരിക്കലും ട്രാൻസ് പീപ്പിളിന് ഇഷ്ടപ്പെടില്ല. അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടായിരിക്കും. നോർമലി ഒരു പെൺകുട്ടിക്കാണെങ്കിലും ഓക്കെ ബെറ്റർ ലൈഫ് ഇനിയും കിട്ടാനുണ്ടായിരിക്കും. ഒരു ട്രാൻസ് ആവുമ്പോൾ അവർക്കൊരു അത്ര സ്നേഹം കൊടുക്കുന്ന ഇനിയൊരു ആളെ കാണാൻ കഴിയുമോന്ന് ഒരു പേടി. അതെ, നമുക്ക് ഇനി നമുക്ക് ഇപ്പം ആഷിൻ്റെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആഷിനെ പോലെ ഒരാളെ എനിക്ക് ഇനി കിട്ടില്ല, ഒരിക്കലും കിട്ടത്തില്ല. അതിന് അത്രയും ഇതായി പറയാം. കാരണം അത്രയും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തൊക്കെയാലും അവർ ആൺകുട്ടിയാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ചാന്ത് പൊട്ടാ. എത്ര ആൾക്കാർ ഇനി എന്തൊക്കെ ഇതാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ എത്ര നല്ല ഡ്രസ്സ് ഇട്ട് നടന്നാലും എത്ര സുന്ദരികളായി നടന്നാലും ആൾക്കാർ നമ്മളെ, ചില ആൾക്കാർ കേട്ടോ നമ്മൾ കാണുന്നത് ഇപ്പോഴും ആണ് പെണ്ണായതല്ലേ, ജനിച്ചപ്പോൾ ആണല്ലേ, മണിയല്ലേ, അങ്ങനെയൊക്കെയാണ് എനിക്ക് പേഴ്സണലി വരുന്ന കമൻസുകളാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മളെ കണക്കാക്കുകയുള്ളൂ. എത്ര രോഗം എനിക്കറിയില്ല, ഇപ്പോൾ രോഗം പുരോഗം ഇത്ര ഉയർച്ചയിലെത്തി തന്നാലും കുറച്ച് ആൾക്കാരെ അംഗീകരിക്കാൻ കുറേ ആൾക്കാർക്ക് കുറച്ച് മടിയുണ്ട്. അല്ലെങ്കിൽ അത് ഇപ്പം മുസ്ലിംസ് പറയുകയാണെങ്കിൽ അത് ശപിക്കപ്പെട്ട വർഗ്ഗങ്ങൾ, നബി ശപിക്കപ്പെട്ട വർഗ്ഗങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ കുറേ ആൾക്കാർ. അപ്പോൾ അങ്ങനത്തെ ഒരാളെ കൂടെ കൈ പിടിച്ച് ആശി നടക്കുന്നില്ല, ഇത്രയും സമൂഹത്തിന് മുമ്പിൽ എൻ്റെ കൈ പിടിച്ചവൻ നടക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ബെറ്റർ ലൈഫ് ഒരു പാർട്ട്ണർ എനിക്ക് കിട്ടണം, ഒരിക്കലും എനിക്ക് കിട്ടൂല. അതെനിക്ക് നല്ല ബോധമുണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാവരും പറയുന്നത് നമ്മൾ ശപിക്കപ്പെട്ട വർഗ്ഗമാണെന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് ഓക്കെ, ഞങ്ങൾ അത് ആണോ? അല്ല, ഇപ്പം അങ്ങനെയല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിക്കപ്പെട്ട വർഗ്ഗങ്ങളാണ് എന്ന് പറഞ്ഞില്ലേ, ആൺവേഷം കെട്ടുന്ന പെണ്ണുങ്ങളെയും പെൺവേഷം പറയാനുണ്ട്. അല്ല, അത് ഞാൻ പറയട്ടെ, പുറത്ത് ഇപ്പോ അത് ഈ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവുള്ള ആരും അങ്ങനെ പറയില്ല. അവര് ഇത് ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഇത് എടുത്തു അത് അവർ പ്രൗഡായിട്ട് പറയുന്നുണ്ട്, യെസ് ഐ എം എ ട്രാൻസ് വുമൻ. പക്ഷെ നീ അല്ലേ അങ്ങനെ അയ്യോ ദൈവമേ എനിക്ക് എന്തിനാ ഇത് കൊടുത്തത്, അങ്ങനെ അല്ല നീ അല്ലേ. ഞാൻ മറ്റുള്ള ട്രാൻസ്ഫോമിൻ്റെ ആ ഒരു ഇതൊന്നും ഞാൻ കേൾക്കുന്നത്, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനിയിപ്പോൾ എന്നോട് ഒരാൾ ചോദിക്കുകയാണ് അടുത്തൊരു ജന്മത്തിൽ ജാസിക പെണ്ണാവണോ ആണാവണോ, അത് ഇങ്ങനെ ഒരു ജന്മം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഈ ജന്മം സ്വീകരിക്കില്ല. ഒന്നെങ്കിൽ ഒരു പുരുഷനായിട്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീയായിട്ട്. ഒരിക്കലും ഇങ്ങനെ ഒരു ജന്മം തന്ന് പരീക്ഷിക്കരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം അത് ഈ ഒരു ജന്മത്തിൽ അനുഭവിച്ചവർക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. ഞാൻ എൻ്റെ കാര്യമായിട്ട് പറയുന്നത്, ഞാൻ വേറൊരാളെയും പറയില്ല. ഓക്കെ, എല്ലാവരും അവരെ ലൈഫ് പ്രൗഡാണ്, ഓക്കെ ഐ എം എ ട്രാൻസ് പേഴ്സൺ, ഞാൻ പ്രൗഡാണ് എന്നൊക്കെ പറയണത് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ പറയുമ്പോൾ ഞാൻ അത് കള്ളത്തരം പറഞ്ഞ പോലെ ആയിപ്പോവും. ഞാൻ എൻ്റെ ലൈഫിൽ പ്രൗഡാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ജന്മം കിട്ടിയില്ല ഞാൻ പ്രൗഡല്ല.
അത് പ്രൗഡായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും, ഉറപ്പായിട്ടുള്ളത്. ഇപ്പോൾ ട്രാൻസ് വുമൻസ് ഒരുപാട് നല്ല നല്ല ഉയരങ്ങളിൽ എത്തുന്നുണ്ട്, ഒരുപാട് നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്, ഡിസൈനേഴ്സ് ഉണ്ട്, ഒരുപാട് എന്താണ് സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരുണ്ട്, അവരൊക്കെ അത് ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിങ്ങനെ ലൈഫ് ഇനി ഒരിക്കലും വേണ്ടെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം അത്രയ്ക്ക് വിഷമവും വേദനകളും ഞാൻ സഹിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതലേ കളിയാക്കൽ, മാറ്റി നിർത്തൽ, ചീത്തപ്പേര് കേൾക്കൽ. നിനക്ക് എപ്പോൾ മനസ്സിലായി നീ ഞാൻ ഇത് തന്നെ ഞാൻ പെണ്ണായിട്ട് ഫീൽ ചെയ്യുന്നു അന്ന് നിനക്ക് എപ്പോൾ തോന്നി? എനിക്ക് ചെറുപ്പം മുതലേ ചേച്ചി താത്തമാരെ ഡ്രസ്സൊക്കെ എടുത്തിടും ഞാൻ. എനിക്ക് 2 ചേച്ചിമാരാണ്, അപ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ എടുത്തിടും. അപ്പോൾ മുതലേ എനിക്ക് ചെറിയതാണ്. അപ്പോൾ കുഞ്ഞു കുട്ടിയാകുമ്പോൾ നമ്മളത് അങ്ങനെ എല്ലാവരും ഫാമിലി അത് അങ്ങനെ കളിക്കാന്നുള്ള രീതിയിൽ വിടും. പിന്നെ എനിക്ക് ഞാനിങ്ങനെ റിയലൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ലൈഫിൽ ഈ ലോകത്ത് ഞാനേ ഉള്ളൂ ഇങ്ങനെ, ഞാൻ മാത്രമാണോ ഈ ലൈഫിൽ ഇങ്ങനെ ഉള്ളത്? ഞാൻ വേറെ ആരും കാണുന്നില്ല, എൻ്റെ ചുറ്റുഭാഗത്ത് ഞാൻ വേറെ ഒരാൾ ഇതേപോലെ കാണുന്നില്ല. എനിക്ക് മാത്രമാണോ ഇങ്ങനെ തോന്നുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഫീലിങ്സ് എന്താ ഇങ്ങനെ വരുന്നത്, എന്താണ് അങ്ങനെ ഒരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നീടാണ് ഞാൻ വേറൊരു ഫ്രണ്ടിനെ കാണുന്നതും അവനാണ് പിന്നെ എനിക്ക് ഇങ്ങനെ കമ്മ്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കുറേ ആൾക്കാർ നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളത് പരിചയപ്പെടുത്തി തരുന്നതൊക്കെ. അതുവരെ ഞാൻ വിചാരിച്ചത് ഞാൻ മാത്രമാണ് ഇങ്ങനെ ഉള്ളൂ എന്നാണ്. അപ്പോൾ എന്താണ് എനിക്ക് എൻ്റെ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ലൈഫിൽ ഒരുപാട് വേദനകൾ. ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നൊരു തെറ്റിദ്ധാരണയാണ്, നിങ്ങളൊക്കെ എന്താണ് വിചാരിച്ചാൽ നിങ്ങൾക്ക് മാറാൻ പറ്റില്ലേന്ന്. നിങ്ങൾക്ക് ആണുങ്ങളെ പോലെ നടന്നുകൂടെ, ജിമ്മിന് പോയിക്കൂടെ, ആണുങ്ങളെ ഫ്രണ്ട്സായി നടന്നുകൂടെ, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പോയിക്കൂടെ, ക്രിക്കറ്റ് കളിക്കാൻ പോയിക്കൂടെ, അപ്പോൾ നിങ്ങൾ അങ്ങ് ഓക്കെ ആവുമല്ലോ, ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്തിനാ, പെണ്ണുങ്ങളെ പോലെ എന്തിനാന്ന് ചോദിക്കും പല ആൾക്കാർ. ഇതൊരിക്കലും ഒരു അഭിനയമല്ല, അല്ലെങ്കിൽ ഇതൊരിക്കലും ഒരു എന്താ പറയുക അസുഖമല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. നമ്മളൊരിക്കലും ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ഞാൻ ജനിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ഫോർമർ ആവും എന്ന് വിചാരിച്ചാണ് നമ്മൾ ജനിച്ചത്. ഒരിക്കലുമല്ല. നമ്മുടെ സാഹചര്യം, നമ്മളെ ലൈഫ് ഒക്കെ നമ്മളെ എല്ലാം കൊണ്ടാണ് നമ്മളിങ്ങനെ ആയി പോകുന്നത്. അല്ലാണ്ട് നമ്മൾ ജനിച്ച മുതൽ നമ്മൾ ഞാൻ ട്രാൻസ് ആവാം, കുറേ ട്രാൻസ് ആയി കഴിഞ്ഞാൽ കുറേ പബ്ലിസിറ്റി കിട്ടും, കുറേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. ഇപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ പറയുന്നത്, ഞാൻ അങ്ങനെ വേഷം കെട്ടി നടക്കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പബ്ലിസിറ്റി എന്നുള്ളത്. ഞാൻ ഒരിക്കലും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല ഇങ്ങനെ വേഷം ചെയ്യുന്നത്. എനിക്ക് ഞാനായി ജീവിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ UAE യിലാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അവിടെ ഒരിക്കലും ട്രാൻസിന് അലൗഡ് അല്ല. എൻ്റെ നാട്ടിലെത്തിയപ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങിയത്, എനിക്ക് ഇഷ്ടപ്പെട്ട ജ്വല്ലറികൾ ഇടാൻ തുടങ്ങിയത്, എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഞാനായിട്ട് പോകാൻ തുടങ്ങിയത്. മറ്റുള്ള ഭാഗത്തൊന്നും എനിക്ക് അങ്ങനെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും പണ്ട് എന്നെ ട്രോളുന്ന ആൾക്കാർ പറയുന്നു, ജാസി നാട്ടിലെത്തിയാൽ ആണും ദുബായിലെത്തിയ പെണ്ണും എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവർ പറഞ്ഞു, ഇപ്പം ഞാൻ എൻ്റെ നാട്ടിൽ ഞാൻ പെണ്ണായി ജീവിക്കുമ്പോൾ അതും അവർക്ക് പ്രശ്നമാണ്. പിന്നെ ഓക്കെ, ഇനിയിപ്പോൾ എന്തൊക്കെ, ഇപ്പോൾ ഉമ്മാൻ്റെ വോയിസ് വന്നു, അത് വന്നു, ഇത് വന്നു, എല്ലാം വന്നോട്ടെ, ഒറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ. ഓക്കെ, എല്ലാം ഓക്കെ, സമ്മതിച്ചു, ഇതൊക്കെ ഞാനും പടച്ചവനുമായിട്ട് തീർത്തോളാം. ഇനിയിപ്പോൾ ഉമ്മ എന്നെ ശപിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണ്, ഓക്കെ, അത് ഞാനും ഉമ്മയായിട്ട് പടച്ചവനുമായിട്ട് തീർത്തോളാമല്ലോ. തമ്പുരാൻ അറിയാമല്ലോ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത്, ഇത് എവിടെ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം, ഇത് എങ്ങനെയൊക്കെയാണ് പോണത് എന്നുള്ളത് പടച്ചവന് അറിയാമല്ലോ. ഇതൊക്കെ പടച്ചവൻ മുമ്പേ കണ്ട കാര്യങ്ങളാണല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തീർത്തോളാം.